ആർമണ്ട് എന്ന പദത്തിന് ലാളിത്യമെന്നോ എളിമയെന്നോ ഒക്കെ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആർമണ്ടച്ചൻ അതൊക്കെയായിരുന്നു. കറതീർന്ന എളിമയും നിറഞ്ഞ ലാളിത്യവും. പിതാക്കന്മാർ രണ്ടുപേരും എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം തന്നെയാണ്. ആർമണ്ടച്ചന്റെ മരണത്തിന് ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞ് നിരന്തരമായിട്ട് പട്ടാരത്ത് ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കും, അതെന്നാച്ചാ നിങ്ങളൊന്നും ചെയ്യാത്തത് ആർമണ്ടച്ചന്റെ നാമകരണ പരിപാടികളുമായിട്ട്? ഞങ്ങൾ പറഞ്ഞു, സമയമായിട്ടില്ല. വിശുദ്ധന്മാരെ ഉണ്ടാക്കുകയല്ലോ, വിശുദ്ധന്മാരുണ്ടാകുകയല്ലേ ചെയ്യേണ്ടത്. പിന്നെ പതിയെ ഒരു വിശുദ്ധനുണ്ടാവുകയായിരുന്നു. ഒരമ്മ തൻ്റെ ശാരീരിക വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ ആർമണ്ടച്ചന്റെ കബറിൽ വെച്ച് പ്രാർത്ഥിച്ച് കണ്ണടച്ച് കിടക്കുമ്പോൾ കബറിൽ നിന്നും പതിയെ കുഞ്ഞ് ഉരുണ്ടിറങ്ങി മുറ്റത്തുകൂടി നടന്നുപോലും. ഇന്നലെ അസിസി ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ തോമസ് കാഞ്ഞിരക്കോണത്തിൽ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ കൂടെ 85 വർഷം പ്രായമുള്ള വയസ്സുള്ള ഒരമ്മച്ചിയുണ്ട്, ക്യാൻസർ ബാധിത, മരണമല്ലാതെ മറ്റൊരു രക്ഷയും മുൻപിലില്ല എന്ന് വൈദ്യരംഗം വിധിയെഴുതിയ ഒരമ്മച്ചി. ഞങ്ങളൊക്കെ ആ അമ്മച്ചിയുടെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അച്ഛൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു പോലും, ആർമണ്ടച്ചനോട് ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മച്ചി പ്രാർത്ഥിച്ചു. ഇന്ന് അമ്മച്ചി വീണ്ടും ആരോഗ്യത്തോടുകൂടി അസിസി ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ക്യാൻസറിന്റെ ട്രേറ്റ്സ് ഒന്നും ശരീരത്തിലില്ലാതെ. അറിയുന്തോറും ആർമണ്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള മണിയമ്പ്ര മാധവത്ത് കുടുംബാംഗങ്ങളെ, ഇതുപോലെ ഒരു സഹോദരനെ ഞങ്ങളുടെ സഭയ്ക്ക് ദാനം ചെയ്തതിന്, ആ സഹോദരനോടൊപ്പം ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. 1985 സെറാഫിക് സെമിനാരി അസിസി ആശ്രമത്തിൽ ചേർന്ന കാലത്ത് ഞങ്ങൾ കിടക്കുന്നതും കേട്ട് ഉണരുന്നതും അച്ഛന്റെ അരയിൽ ചുറ്റിയിരുന്ന ഈ കയറിനോട് ചേർത്ത് ബന്ധിച്ചിരുന്ന കൊന്തയുടെ മണികിലുക്കം കൊണ്ടാണ്. ഏതോ പേടിച്ചിരണ്ട സഹോദരന്മാർ അന്നത്തെ റെക്ടറച്ചനോട് കംപ്ലൈന്റ് ചെയ്തു, ഞങ്ങൾക്ക് പേടിയാണ്, കാരണം ഒരു ചങ്ങലക്കിലുക്കം അച്ഛൻ നടന്നു പോകുമ്പോഴുണ്ട്. അന്നു മുതൽ അച്ഛൻ വരാന്തയിൽ നിന്നും പതിയെ ആശ്രമത്തിന്റെ വെളിയിലുള്ള തോട്ടത്തിലൂടെ ആശ്രമത്തിൽ നിന്നും ധ്യാന കേന്ദ്രത്തിലേക്ക് നടന്നു തുടങ്ങി. ജപമാലയുടെ ഒച്ചയാണെങ്കിൽ പോലും അത് സഹോദരങ്ങൾക്ക് വേദനയാണെന്ന്, വിഷമമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഒരു വിഷമം പോലും സഹോദരന്മാരെ അറിയിക്കാതെ ഞങ്ങളുടെ ഒക്കെ നോട്ടത്തിനപ്പുറത്തെ ഉദ്യാനങ്ങളിലൂടെ ഒരു മനുഷ്യൻ നടക്കുന്നുണ്ടായിരുന്നു. അതൊരു വിശുദ്ധനാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ കൂടെ ജീവിച്ച ഓരോ നിമിഷവും ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇതൊരു വിശുദ്ധനാണെന്ന്. പെരുമ്പാവൂർ ആശുപത്രിയിൽ അസുഖമായി കിടന്നപ്പോഴും കൂടെ നിന്നപ്പോഴും ഒക്കെ പല വാക്കുകൾ കൊണ്ടും പല കർമ്മങ്ങൾ കൊണ്ടും കേട്ട കുമ്പസാരങ്ങൾ കൊണ്ടുമൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇതൊരു വിശുദ്ധനാണെന്ന്. സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പേര് വിളിച്ചിട്ടില്ലെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട സകല കപ്പുച്ചിൻ സഹോദരന്മാരും നിറഞ്ഞ മനസ്സോടെ പറയും, എന്താ സംശയം, അത് ഒരു വിശുദ്ധനായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈയൊരു എളിയ സഹോദരന്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഒരു അനുസ്മരണം സംഘടിപ്പിച്ചതിനും ഈ ഒരു മഹാ കുടുംബയോഗം സംഘടിപ്പിച്ചതിനും ഇതിന്റെ സംഘാടകരെ ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും സഭയുടെ പേരിൽ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ കുടുംബയോഗത്തിൽ എന്നെ കൂടി ഉൾച്ചേർത്തതിന് ഇതിന്റെ ഭാരവാഹികളോട് നന്ദി അറിയിച്ചുകൊണ്ടും ആർമണ്ടച്ചന്റെ മധ്യസ്ഥം ഈ കുടുംബത്തിന് നമുക്ക് എല്ലാവർക്കും എല്ലാ കാലവും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ല ഒരു ദിവസം, ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.